മരിച്ചെന്ന് ഞാൻ ആര് പറഞ്ഞു? നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ല ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സിലായ? ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം. മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം സമാധി അതിന്റെ പവർ പോകില്ലേ? ചേട്ടാ ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തുകയാണ് ചോദിക്കുന്നത്. നെയ്യാറ്റിൻകര ഗോപൻ സമാധിയുമായി ബന്ധപ്പെട്ട് വൻ ടെസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പുതിയ വാർത്തകൾ വരുന്നത്. അതായത് 3 തരത്തിലുള്ള ടെസ്റ്റുകൾ ഡോക്ടർമാർ നടത്താൻ വേണ്ടി പോവുകയാണ്. ഇതിലെന്താണ് സംഭവിച്ചത്, ഇത് ഇദ്ദേഹമല്ല എന്ന് ഉൾപ്പെടെയുള്ള ചില ഭാഗത്തുള്ള സംശയങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റിൻ്റെ വിവരം അറിയും. അതോടുകൂടി ഈ ആളുകളെല്ലാം തൂങ്ങുന്ന അവസ്ഥയാകുമോ? ഇനി അതല്ല ഇദ്ദേഹം ഒരു ദൈവമായി പ്രത്യക്ഷപ്പെടുമോ? പറയാൻ കഴിയില്ല. ദൈവമാകുമോ, മക്കൾക്ക് തന്ത പണി കൊടുത്തതാണോ? കാരണം അച്ഛൻ എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയില്ല. അപ്പോൾ മൊത്തത്തിൽ മക്കൾക്ക് പണി കിട്ടുമോ, അഴി എണ്ണുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ട. കാരണം ഇവരുടെ നാടകങ്ങളൊക്കെ ഇനി കൊലപാതകമാണെങ്കിൽ നാടകങ്ങളൊക്കെ അതീവ ഗംഭീരമായിരുന്നു. ഓസ്കാർ അവാർഡ് വരെ കൊടുക്കേണ്ട നാടകങ്ങളാണ് അമ്മയും മക്കളും അവിടെ കാണിച്ചത്. നാട്ടുകാർ ഒന്നടങ്കം പറയുന്നുണ്ട് ഈ ഇദ്ദേഹം കിടപ്പിലായിരുന്നു എന്നുള്ളത്. സൂര്യോദയം പോലും കണ്ടിട്ട് 2 വർഷമാകുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ പറയുന്നത്. അപ്പോൾ നാട്ടുകാർക്കറിയില്ലേ ഇത്രയും വർഷമായി അവിടെ ജീവിക്കുന്ന ഒരാൾ പിന്നെ എണീച്ച് നടക്കുമോ ഇല്ല എന്നൊക്കെ. നമ്മുടെ പരിസരത്തുള്ള ഒരാൾ കിടപ്പിലാണെങ്കിൽ നമുക്കറിയില്ലേ അവർ കിടപ്പിലാണ് എന്നുള്ളത്. അപ്പോൾ നാട്ടുകാർ പറയുന്നതൊന്നും കള്ളമല്ല. മാത്രമല്ല ഈ പൂജാ സാധനങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിയതെന്നറിയാൻ പോലീസ് ഇന്ന് മക്കളെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. മൂത്ത മകനാണ് ഈ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പോലീസ് ഈ പൂജാദ്രവ്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത്. നെഞ്ചു വരെ ഭസ്മം പൂശിയിരുന്നു, ജീർണിച്ച നിലയിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് മൃതദേഹമാണോ എന്നുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. അതൊരു നടത്തുന്നുണ്ട്. അപ്പോൾ പോലീസിന് എന്തായാലും ഇക്കാര്യത്തിൽ നല്ല സംശയമുള്ളത് കൊണ്ടാണ് അവർ പൂജാ സാധനങ്ങൾ വാങ്ങിയത് എവിടെയാണ് എന്നുള്ളതൊക്കെ അന്വേഷിച്ച് തുടങ്ങിയത്. വേറൊരു സംശയം വരുന്നത്, ഇത്രയും പൂജാ സാധനങ്ങൾ, അതായത് സമാധി ഇരുത്തുമ്പോൾ ഒരുപാട് ദ്രവ്യങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഇത്രയും പൂജാദ്രവ്യങ്ങളൊക്കെ മുൻകൂർ വാങ്ങി വെച്ചിരുന്നോ? ഇനി അതല്ല ഇത് കൃത്യമായി ആ സമയത്ത് എവിടെ നിന്ന് ഇവർ ഇത്രയും പൂജാദ്രവ്യങ്ങൾ ഒപ്പിച്ചു എന്നൊക്കെയുള്ള കൃത്യമായ സംശയങ്ങളുണ്ട്. അതിൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് ഈ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം സ്വയം വിഷം, എനിക്കിങ്ങനെ കിടക്കാൻ കഴിയില്ല, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് കരുതിയിട്ട് സ്വയം വിഷം കഴിച്ചതാണെങ്കിൽ പോലും ഇവരുടെ കാര്യം അബദ്ധത്തിലാവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവർ ചെയ്ത 1-2 പിന്നെ അതിബുദ്ധികളുണ്ട്, അത് നമുക്ക് പറയാം. അതിന് മുന്നേ പലരും പറയുന്നത് ഇതൊരു നരബലിക്ക് തുല്യമാണോ? കാരണം അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ വളർച്ചയ്ക്കും നാളെ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനൊക്കെയുള്ള ശ്രമങ്ങൾ ഇവർക്കുണ്ടായിരുന്നു എന്നാണ് ചില ആളുകൾ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ ജീവനോടെ കുഴിച്ചു മൂടിയതാണോ എന്നൊരു സംശയവും കൂടി പ്രകടിപ്പിക്കുന്നുണ്ട് നാട്ടുകാർ എന്നുള്ളത്. യേശുദാസ് എന്ന് പറയുന്ന ഒരാളാണ് ഇതിനെതിരെ പരാതി ആദ്യം നൽകി രംഗത്ത് വന്നത്. ഇത് മരണമല്ല, ഇതിലൊരു അസ്വാഭാവികതയുണ്ട്, ഇത് സ്വാഭാവിക മരണമല്ല, ദുരൂഹ മരണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾപ്പിക്കാം പിന്നീട് മറ്റൊരവസരത്തിൽ. എന്തായാലും ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പാർത്ഥൻ സൂചിപ്പിച്ചതൊരു വലിയ ചോദ്യമാണ്. പൂജാദ്രവ്യങ്ങൾ സമാധി അടക്കുന്ന ഒരാൾക്ക് വലിയ രീതിയിൽ പൂജാദ്രവ്യങ്ങളുടെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഇവർ എവിടെ നിന്ന് ഇത് വാങ്ങി? മാത്രമല്ല ഇത്രയും വലിയ അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ പൂജാദ്രവ്യങ്ങൾ എങ്ങനെയാണ് ഇവർ വാങ്ങിയത്? നേരത്തെ പറഞ്ഞു വച്ചിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പറയുന്നത് വിഷമുള്ളിൽ ചെന്നാണോ അതോ പരിക്കേറ്റാണോ മരണം എന്നുള്ള. പരിക്കേറ്റാണോ മരണം എന്നുള്ളത് ഊഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ഇത്തരം 3 കാര്യങ്ങൾ, വിഷമുള്ളിൽ ചെന്നാണോ മരണപ്പെട്ടത്, സ്വാഭാവിക മരണമാണോ, അതോ എന്തെങ്കിലും പരിക്കേറ്റാണോ ഇദ്ദേഹം മരിച്ചത്, തുടങ്ങി 3 കാര്യങ്ങളാണ് പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നത്. മാത്രമല്ല കുടുംബത്തെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ പോലീസ് തേടുന്നുമുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കും. വീണ്ടും സമാധിയിലേക്ക് തന്നെ ഗോപൻ സ്വാമി പോകും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ജീർണിച്ച നിലയിലായ മൃതദേഹമായതുകൊണ്ട് സമാധിയൊക്കെ ഇരുത്താൻ കഴിയുമോ എന്നുള്ളത് നമുക്കറിയില്ല. സമാധിയാണ് എങ്കിൽ തീർച്ചയായും പിന്നെ അക്കാര്യത്തിൽ ഇനി സമാധിയാണ്, അദ്ദേഹം സ്വാഭാവികമായി മരിച്ചതാണ്, അദ്ദേഹത്തിന് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല, വിഷമുള്ളിൽ ചെന്നിട്ടില്ല, നരബലിയല്ല, ഇതിൻ്റെ ഉയർച്ചയ്ക്കായി ഇവർ ചെയ്ത കാര്യങ്ങളല്ല, ഇതൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി അതിലൂടെ സാമ്പത്തികമായി ഉയരാനുള്ള നേട്ടങ്ങൾ ഇവർക്കുണ്ടായിരുന്നില്ല, ഒക്കെ നമുക്ക് മാറ്റിവെക്കാം.
ഗോപൻ സ്വാമി പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഗുളിക കഴിച്ച് ഇദ്ദേഹം പിന്നെ പീഠത്തിലേക്ക് പത്മപീഠത്തിലേക്ക് ചെന്നിരുന്നു. അതിൻ്റെ മുകളിൽ ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് പോകുന്നത് ഭാര്യ കണ്ടു, മകൻ കണ്ടു, അദ്ദേഹത്തെ ഇട്ട് മൂടി എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതൊരു ഈ ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ സമാധി ഇരിക്കുന്നതൊക്കെ പഴയ കാലത്തൊക്കെ പ്രാചീന കാലത്തൊക്കെ ഉണ്ടായിരുന്നു. സ്വാമിമാരും സന്യാസിമാരുമൊക്കെ ഇത്തരത്തിലിരുന്ന് സമാധിയായവരുണ്ടാകും. അല്ല, ഇപ്പോഴും സമാധിയാവുന്ന ആളുകളുണ്ട്. ഉണ്ട്. ഇതിപ്പോ ഒരു കോടതി ചോദിക്കുമ്പോൾ മരണ സർട്ടിഫിക്കറ്റ് എവിടെയാണ്? ഇദ്ദേഹം സമാധിയാകുന്നു എന്ന് മക്കളോട് മാത്രമല്ല, ഇപ്പോൾ സഹോദരി മാത്രമാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പണ്ടേ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സമാധിയാകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഈ മകൻ തന്നെ രാത്രി ഇദ്ദേഹം കിടന്ന് മൂത്രമൊഴിക്കുമ്പോൾ വളരെ മോശമായ രീതിയിൽ ഇദ്ദേഹത്തോട് പെരുമാറാറുണ്ട്, സംസാരിക്കാറുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. കുറേ വർഷമായി ജീവിക്കുന്ന ഒരാൾ, എഴുന്നേറ്റ് നടക്കാത്ത ഒരാൾ എങ്ങനെയാണ് സമാധിയായത് എന്ന് ചോദിച്ചാൽ അതിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇവർ പറഞ്ഞതിൽ 2 വൈരുദ്ധ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇവർ പറയുന്നത് അദ്ദേഹം എഴുന്നേറ്റ് നടന്നു പോയി അവിടെ പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കഴിച്ചതിന് ശേഷം കഞ്ഞിയും കുടിച്ച ശേഷം അവിടെ പത്മപീഠ കല്ലിൻ്റെ അടുത്ത് പോയി ഇരുന്ന് അവിടെ നിന്ന് സമാധിയായി തിരിച്ച് അതിനുശേഷം അദ്ദേഹത്തെ സമാധിയിലേക്ക് ഇറക്കി വെച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഒന്നാമത്തത്. പക്ഷെ അതിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം ബോഡി എടുത്ത സമയത്ത് ഈ അരയുടെ താഴെ കാൽഭാഗവും അരയ്ക്ക് താഴോട്ട് വലിയ രീതിയിൽ ജീർണിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാമല്ലോ, ഈ മണ്ണിലല്ല സമാധി ഇരുത്തുക. ഇത് ഇങ്ങനെ സിമൻറ്റ് വെച്ചിട്ട് അതിൻ്റെ മൊത്തം കെട്ടിപ്പൊക്കിയ ഒരു സമാധി മണ്ഡപമാണ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ പത്മപീഠ കല്ലിലാണ് ഇരുത്തുക. അതിൽ ഈ കർപ്പൂരം മുതലായ ഏകദേശം അഷ്ടദ്രവ്യങ്ങൾ നിറച്ചിട്ടാണ് ഈ സമാധി ഇരുത്തുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മുകളിലോട്ട് ജീർണിച്ചിട്ടില്ല, കാൽ ഭാഗം ജീർണിച്ചിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നത് ഇദ്ദേഹം ബെഡിൽ തന്നെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലുകളും കൈകളും പൊട്ടി അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായി അദ്ദേഹത്തിന് ഈ പൊട്ടിപ്പഴുത്ത നിലയിലുള്ള ആളുകളുണ്ടാവുമല്ലോ, ഈ ബെഡിൽ ആയി പോകുന്ന ആളുകൾ. ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലുകളെന്ന് ഊഹിക്കാവുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ ജീർണാവസ്ഥ കാണിച്ചിട്ടുള്ളത്. കാരണം ശരീരത്തിന് മുകളിലോട്ട് ജീർണത ബാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ആവണം ശരീരത്തിന് താഴോട്ടും. പക്ഷെ അതല്ല ഇവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ നടന്നു പോയി എന്നുള്ളത് കള്ളമാണ് എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. രണ്ടാമത്തത്, ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ ഭാര്യ പറഞ്ഞത്, ഞാൻ ഒപ്പമുണ്ടായിരുന്നു, ഞാൻ കണ്ടു എന്നാണ് പറഞ്ഞത്. ഇന്നവർ പറഞ്ഞത്, ഞാൻ പോയിട്ടില്ല, ഞാൻ വീടിനകത്തായിരുന്നു ഉള്ളത്, മക്കളാണ് പോയത് എന്നവർ മാറ്റി പറഞ്ഞു. അപ്പോൾ ഇതിൽ തന്നെ അസ്വാഭാവികത ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതായത് ഒന്നുകിൽ അവർ മക്കളെ രക്ഷിക്കാൻ വേണ്ടി അവരെ പോലീസൊക്കെ പിടിക്കുമെന്നൊക്കെ കരുതിയിട്ട് സമാധിയൊക്കെ ആയിരിക്കാം, എങ്കിലും വേറെ ചുമ്മാ പറഞ്ഞതായിരിക്കും, ഞാൻ പോയി കണ്ടു, അതൊരു വിശ്വാസയോഗ്യമാണല്ലോ, അങ്ങനെ പറഞ്ഞതായിരിക്കാം. എന്തായാലും ഇതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഈ ആത്മാവ് പോയി എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ, ഇവർക്ക് സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അരുൺകുമാർ ഇന്നലെ റിപ്പോർട്ടർ ചാനലൊരു പരാമർശം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് വലിയ അറിവുകളൊന്നുമില്ല, പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത്തരത്തിലാണ് ഇവരുടെ സംസാരം. അത്രയും നിഷ്കളങ്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. കാരണം ഇവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇവർക്ക് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ക്രൂരത നടന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഇപ്പോൾ പുറത്തു വരും. അതോടുകൂടി സമാധിയാവും. പ്രാർത്ഥന നിഷ്കളങ്കതയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർമ്മിച്ചത്, നമ്മൾ ഷാരോൺ വധക്കേസിലെ വിധി നാളെ വരുന്നുണ്ട്. അതിലെ പ്രതി ഗ്രീഷ്മയുടെ നിഷ്കളങ്കത. ഗ്രീഷ്മയുടെ നാട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ അയൽവക്കത്ത് ഒരു വീട്ടിലും പോകുന്ന പെൺകുട്ടിയല്ല ഗ്രീഷ്മ. അയൽവക്കത്തിനാ പോകുന്നത്, ഇങ്ങോട്ട് വരൂലേ? അല്ല, ആ വീട്ടുകാർക്ക് അയൽവക്കക്കാർ അത്രയും പഠിക്കുന്ന മര്യാദക്കാരിയായ നല്ല സ്വഭാവമുള്ള, ആരും ഒന്ന് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി. വലിയ പഠിത്തം മാത്രമാണ് അവളുടെ ലോകം, പഠിത്തമാണ് അവളുടെ ലോകം എന്ന്. അതിനപ്പുറത്തെക്കുറിച്ച് നാട്ടുകാർക്ക് പോലും അവളെക്കുറിച്ച് പറയുമ്പോൾ 100-1000 എന്നാവാണ്. അവളാണ് ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തി. അതുകൊണ്ട് നമ്മൾ ആരെയും അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. അല്ല, അതിനൊക്കെ കൃത്യം അങ്ങനെ തന്നെ പറയരുത്. കാരണം വെച്ചാൽ ആ കുട്ടി എന്താ സെർച്ച് ചെയ്തത്? ആ കുട്ടി സെർച്ച് ചെയ്തത് പാരസെറ്റമോളിനെ കുറിച്ച് സെർച്ച് ചെയ്തു. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പനി ആയിരുന്നു, അതുകൊണ്ടാണ് പാരസെറ്റമോളിനെ കുറിച്ച് സെർച്ച് ചെയ്തത്. പാരസെറ്റമോൾ എങ്ങനെയാണ് പനിയെ തുരത്തുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് സെർച്ച് ചെയ്തത്. പിന്നെ ആത്മഹത്യാ പ്രവണതയുള്ള കുട്ടിയാണ്, അതുകൊണ്ടാണ് കീടനാശിനിക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തത്. ഇതൊക്കെ കോടതി കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് അയൽപക്കത്ത് പോകണ്ടല്ലോ, നേരെ വരുമല്ലോ എന്ന് ഉദ്ദേശിച്ച ഷാരോണിനെയാണ്. കാരണം അവരെ അത്ഭുതമൊന്നും പോയി കാണണ്ടല്ലോ, പുള്ളി നേരെ വീട്ടിൽ വരുന്നതാണ് സ്ഥിരമായിട്ട്.
പിന്നെ ഇത് ഷാരോൺ നേരെ പോയി എനിക്കിനി ജീവിതം മടുത്തു, 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അവൻ ജീവിതം മടുത്തു. അപ്പോൾ അവൻ നേരെ ചെന്ന് കളനാശിനി എടുത്ത് കുടിച്ചു. എന്നിട്ട് പതുക്കെ ഈ പെട്ടെന്ന് മരിക്കണ്ട, എനിക്ക് ഇഞ്ചിഞ്ചായിട്ട് മരണപ്പെട്ടാൽ മതി, അതുകൊണ്ട് ഇഞ്ചിഞ്ചായിട്ട് മരിക്കാനായിട്ട് അവൻ കുറച്ച് കളനാശിനി കുടിച്ചിരുന്നു. അവസാനം അത് മൊത്തം ആന്തരികാവയവങ്ങളെ ബാധിച്ച് ദ്രവിച്ച് മരിച്ചു. പിന്നെ ഗ്രീഷ്മ ഇതിൽ ഒരു കുറ്റക്കാരിയല്ല, നിഷ്കളങ്കയായ വളരെ ബ്രില്യൻ്റായ മിടുക്കിയായ പെൺകുട്ടിയാണ്. അതുപോലെയാണ് പിന്നെ ഇവിടെ രാജസേനനും സനന്തൻ അമ്മ, ഇവരൊക്കെ സ്വാഭാവിക മരണമാണെങ്കിൽ ഓക്കെ, അവർ നിഷ്കളങ്കരാണ്, അവർ കാണിച്ചതൊക്കെ ആത്മാർത്ഥമായിട്ടാണ്. പക്ഷെ അസ്വാഭാവികതയുണ്ട് എങ്കിൽ ഇവർക്ക് ഓസ്കാർ കൊടുക്കണമെന്ന് ഞാൻ പറയും. അതുകൊണ്ട് കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. ഹിന്ദു സംഘടനകളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഇതിൽ അന്വേഷണം വേണമെന്ന് പറയണം. കാരണം നാളെ മറ്റൊരു ഗോപൻ സ്വാമി ഉണ്ടാവരുത്. സമാധിയൊക്കെ നല്ലത് തന്നെ. ഇപ്പം എനിക്ക് സമാധി ആവണമെന്ന് തോന്നിയാൽ ഞാൻ നാളെ ചെന്നിരുന്ന് സമാധിയാവും. എനിക്ക് ഏറ്റവും നല്ല കാര്യം അല്ലേ? ഒരു കാര്യം കൂടി പറയാം. അതായത് സമാധിയാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായി ചെയ്യാൻ കഴിയുന്നത്, നിങ്ങൾ ഇവിടുന്ന് എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ ഗംഗയുടെ തീരത്തേക്ക് പോവുക. നാളെയോ മറ്റന്നാളോ സമാധിയാകുമെന്ന് നിങ്ങൾക്ക് ഉൾവിളി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഗംഗയിലേക്ക് പോവുക, ഗംഗയുടെ തീരത്തിരിക്കുക, സമാധിയാവുക. കാരണം എന്താ വെച്ചാൽ ഏറ്റവും സുഖകരമായും സുന്ദരമായും മനോഹരവുമായി സമാധിയാകാൻ പറ്റിയ സ്ഥലമാണ് ഗംഗ. അതെ. ഇനി അഥവാ നിങ്ങൾക്ക് സമാധി ആകണമെന്ന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നേരത്തെ ബന്ധപ്പെട്ടവരെ അറിയിക്കുക, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക, കുടുംബക്കാരെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കാതെ പത്മപീഠമൊക്കെ ഒരുക്കിയിട്ട് കൃത്യമായ രീതിയിൽ സമാധിയാകും. അപ്പോൾ ഇവർ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. പോലീസിൻ്റെ നടപടിക്രമങ്ങൾ, മരണ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കൃത്യമായി കഴിഞ്ഞാൽ ആർക്കും സമാധിയാവാം. ഇന്ത്യൻ മഹാരാജ്യമാണ്, എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമൊക്കെ നമുക്കുണ്ട്. ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് പോലും കുറ്റമല്ല എന്നുള്ളത് കോടതി പറഞ്ഞിരിക്കുകയാണ്. കാരണം ഓരോരുത്തരെ ഇഷ്ടമാണ്. അതുകൊണ്ട് അതിലൊന്നും വലിയ പ്രശ്നമില്ല. നിങ്ങൾ സമാധി ആയിക്കോളൂ, പക്ഷേ അതിൻ്റെ പൂർണ്ണ നടപടിക്രമങ്ങൾ പാലിച്ചു കൊണ്ട് പോകണം എന്നുള്ളത്. എന്തായാലും സത്യം പുറത്തു വരട്ടെ.